നോക്ക് ശിവാനി, നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിക്കാൻ നിനക്ക് ചിലപ്പം പ്രശ്നം ഉണ്ടാവും. പക്ഷെ എന്റെ അനിയത്തി മനസ്സുകൊണ്ട് കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായി നിൽക്കുക. ഞാൻ അവിടെ സമയത്തിനും കാലത്തിനും എത്തിയില്ലെങ്കിലുണ്ടല്ലോ, അവളുടെ മനസ്സ് എത്രമാത്രം വിഷമിക്കുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ സാഡിസ്റ്റ് ഏട്ടന്റെ സ്വഭാവം മനസ്സിലാക്കി കൊടുക്കാനാ നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. എന്നാ ശരിയായ തെളിവുകളൊന്നും തന്നെ കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഏട്ടനെ തലയിലെടുത്തു വെച്ച് നടക്കുകയല്ല, കഴുത്തിന് പിടിച്ച് നാട്ടുകൂട്ടത്തിൽ കൊണ്ട് നിർത്തി വിചാരണ നടത്തിയനെ. നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. നിർത്തിയേ 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 നിർത്ത് ചേട്ടാ, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചേ പറ്റൂ. നിർത്ത് ചേട്ടാ, നിർത്ത് നിർത്ത് നിർത്ത്. ഇനിയിപ്പം മിനറൽ വാട്ടർ വാങ്ങണമെങ്കിലും ഇവിടെ കട വേണ്ടേ? കടയുടെ ആവശ്യമൊന്നുമില്ല. ആ പമ്പ അമർത്തിയാലേ പയറ് നിറയുന്ന പോലെ നമുക്ക് വെള്ളം കുടിക്കാം. ഇറങ്ങ്. ഓ എന്റെ ദൈവമേ, കാത്തോളേ. എന്റെ കളിയാക്കാണോ? ഇങ്ങനെ 24 മണിക്കൂർ സംസാരിച്ചോണ്ടിരുന്നാലേ ദാഹിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, തലയ്ക്ക് കുറച്ച് മൂള ഉണ്ടായിരിക്കണം. ശരി, വിട്ടേക്ക്. ആദ്യം വെള്ളം കുടിക്കും. ചേട്ടാ ചേട്ടാ, എന്തുറ്റി ചേട്ടാ? നോക്കട്ടെ ചേട്ടാ. അയ്യോ, എന്തുറ്റി ചേട്ടാ? നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? സോറി ചേട്ടാ, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്ത് ശ്രദ്ധിച്ചില്ലാന്ന്? നമ്മൾ ഇനി എന്ത് ചെയ്താലും ആ കാര്യത്തിന് ശ്രദ്ധയുണ്ടാവണമെന്ന് നിനക്കറിയില്ലേ? അയ്യോ ചേട്ടാ, രക്തം വരുന്നുണ്ടല്ലോ. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. സോറി ചേട്ടാ. സോറി ചേട്ടാ, സോറി സോറി ചേട്ടാ. നല്ല വേദനയുണ്ടോ? സോറി ചേട്ടാ, സത്യമായിട്ടും ചേട്ടൻ കൈ വെച്ചിരുന്നത് ഞാൻ കണ്ടില്ല. റിയലി സോറി. മതി, നീ കരയുന്നത്. അത് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? പാവം, എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞിട്ടല്ലേ ചേട്ടൻ വണ്ടി നിർത്തിയത്. എനിക്ക് ഒട്ടും ബുദ്ധിയില്ല. ഞാൻ ശ്രദ്ധിക്കാതെ കയ്യിൽ പമ്പ് വെച്ച് അമർത്തി. വിരല് ഒടിഞ്ഞതുപോലെയുണ്ട്. എന്തുമാത്രം വേദന ഉണ്ടാവോ എന്തോ. ഞാനാ കരയേണ്ടത്, അല്ല നീയല്ല. കുറച്ചു നേരം നീ ഒന്ന് വായടച്ചുണ്ടായിരിക്കും. ആദ്യം വെള്ളം കുടിക്കാൻ നോക്ക്. വാ. എനിക്കൊന്നും വേണ്ട. മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ നോക്ക്. ഇനി ഇവിടെ വെച്ച് വെള്ളം കുടിക്കാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വന്ന് കുടിക്കാൻ കൊണ്ട്. ശ്രദ്ധിച്ചില്ല ചേട്ടാ. ഞാനും ഇത്ര നാളായി ശ്രദ്ധിച്ചില്ല. എന്താ? ഒന്നുമില്ല. അവിടെ ചടങ്ങൊക്കെ തുടങ്ങാൻ പോവാ. പൂവെടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ തിടുക്കത്തിൽ വന്നപ്പോ കാല് സ്ലിപ്പായി. ഇന്നലെ നീ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടിരുന്നു. പക്ഷേ അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല. ഇപ്പൊ നീ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് എന്തോ പോലെ തോന്നുകയാ. എന്തോ പോലെന്ന് വെച്ചാ? എന്തോ മുറച്ചിറക്കിനും മുറപ്പെണ്ണും കാണുമ്പോ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ആണെന്ന് തോന്നുന്നു. ദേവേട്ടൻ കുറച്ച് സംസാരിക്കാറുള്ളൂ. പക്ഷെ വീരരാജ ചേട്ടൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ.
ചേച്ചി ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്തു പറ്റി? ഈ ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇത്രയും നേരമായിട്ടും ശിവാനിയും ഏട്ടനും എത്താത്തത് കൊണ്ട് വരദരാജൻ അമ്മാവൻ ഭയങ്കര ടെൻഷനില്ല. ചേച്ചിക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കെന്തറിയാനാ? പേടിക്കണ്ട ശ്രീദേവി, ഗൗതം ചേട്ടൻ ഭദ്രമായി കൂട്ടിക്കൊണ്ടുവരും. സമയത്തിന് കൂട്ടിക്കൊണ്ട് വരണ്ടേ? ലേറ്റ് ആകും തോറും ആരെന്ത് വിചാരിക്കും, എന്ത് പറയുമെന്നോർത്ത് ഞങ്ങൾക്ക് നല്ല പേടിയാവുന്നുണ്ട്. അവരെവിടെയാണോ എന്തോ. ആ കണ്ണീര് തുടച്ചിട്ട് നിന്റെ കണ്ണു തുറന്നു വെച്ച് ഇനി അടിക്ക് പൈപ്പ്. വാ. നീ കാരണോ എന്റെ ചേട്ടന്റെ കൈ മുറിഞ്ഞത്. നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ? നീ വരുന്നുണ്ടോ? ആ ആ വെച്ചിട്ടുണ്ട് ഞാൻ. നല്ല പോലെ വേദനിക്കുന്നുണ്ടോ ചേട്ടാ? അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യാ? നീ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മര്യാദയ്ക്ക് സംസാരിക്കാതിരുന്നാ മാത്രം മതി. നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയാലോ? ആദ്യം വീട്ടിലോട്ട് പോവാം. ഈ വേദന വെച്ച് ചേട്ടൻ എങ്ങനെ വണ്ടി ഓടിക്കാനാ? ആക്സിലേറ്റർ തിരിച്ച് വണ്ടി ഓടിക്കാൻ പോലും ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് നീ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വേദനിക്കുന്നത് കാണുന്നത് നിനക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും. അയ്യോ ഇല്ല ചേട്ടാ, ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് നല്ല വിഷമമുണ്ട്. നിന്റെ സഹതാപമൊന്നും എനിക്ക് വേണ്ട. എന്റെ പ്രശ്നങ്ങളൊന്നും നിനക്കറിയണ്ടല്ലോ. ചേട്ടന് വേദനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നില്ലേ? എനിക്ക് വേണ്ടത് നിന്റെ സഹതാപമല്ല, എന്റെ മനസ്സ് മൊത്തം സഹോദരിയുടെ കല്യാണോ. ഞാൻ അവിടെ ചെന്നാലേ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കൂ. സമയത്തിന് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്പീഡിൽ പോയാൽ പറ്റില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ ഓട്ടിക്കണം. അതും ഞാൻ ഇനി പറയണോ? മന്ദബുദ്ധികളെ പോലെ വായും തുറന്നിരിക്കാന്നല്ലാതെ വേറൊന്നും നിനക്കറിയില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കാലോ. അയാളുടെ കൈക്ക് മുറിവ് പറ്റിയിരിക്കുക, ചേട്ടാ നിങ്ങൾ ബൈക്ക് ഓടിക്കണ്ട, പകരം ഞാൻ ഓടിച്ചോളാം, നിങ്ങൾ എന്റെ പിറകിലിരുന്നാ മതിയെന്ന്. അങ്ങനെ പറയണമായിരുന്നോ? നിന്റെ മോന്തക്കിട്ട് ഒരെണ്ണം തന്നാണ്ടല്ലോ, നിന്റെ ഈ 32 പല്ലും താഴെ കിടക്കും. ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കല്യാണ പന്തലിൽ ആര് പോയിരിക്കും ചേട്ടാ? നീ അവിടെ ഇരിക്കോ ഇല്ലോ എന്നുള്ളത് എന്റെ വിഷയമല്ല. പക്ഷെ എന്റെ സഹോദരി ലക്ഷ്മി മണ്ഡപത്തിൽ കയറിയിരിക്കുന്നതും അവളുടെ കല്യാണം നടക്കുന്നതൊക്കെ എന്റെ വലിയൊരു സ്വപ്നമാണ്. വലത് കയ്യിൽ മുറിവ് പറ്റിയതുകൊണ്ട് എന്റെ ഇടത് കൈ കൊണ്ട് ആ താലി എടുത്തു കൊടുത്ത് അവളെ എനിക്ക് അനുഗ്രഹിക്കാനായിട്ട് പറ്റൂ. ചേട്ടാ, അനുഗ്രഹിക്കുന്നത് ഏത് കൈകൊണ്ടാവണമെന്നുള്ളതിന് പ്രാധാന്യമൊന്നുമില്ല. മനസ്സുകൊണ്ട് ആശീർവദിക്കുന്നതാണ് പ്രാധാന്യം. നിന്റെ സംസാരത്തിന് കുറവൊന്നുമില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ കഥ കേട്ടോണ്ട് നിൽക്കാനല്ല ഞാൻ ഇവിടെ വണ്ടി നിർത്തിയത്. നീ ഈ വണ്ടി ഒന്ന് എടുത്താ പെട്ടെന്ന് പോവായിരുന്നു. ഓടിക്കേ എന്ന് എന്നെ നോക്കി പറഞ്ഞോണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങളൊന്ന് മാറി തന്നാലല്ലേ എനിക്ക് മുൻ സീറ്റിലിരുന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മള് വന്നിട്ട് ഒരുപാട് നേരമായി. ആ ഗീത ചേച്ചി, ഞങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായി. കുട്ടികളെ ആരെയും കാണുന്നില്ലല്ലോ. ആരെ കാണുന്നില്ലെന്ന്? എന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നേ? ഇപ്പൊ 2 കുട്ടികളെ പ്രസവിച്ച് ഞങ്ങളുടെ കയ്യിൽ തരാൻ പോവാണോ? നിങ്ങൾ എന്താ പറയുന്നെന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയുന്നേ. ഞങ്ങള് കല്യാണ പെണ്ണിന്റെ മഞ്ഞൾ ചടങ്ങിനല്ലേ വന്നത്. ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞു, പക്ഷെ കല്യാണ പെണ്ണിനെ കണ്ടില്ലല്ലോ. ലക്ഷ്മിയും ശിവാനിയും ഒന്ന് വരാൻ പറയൂ. ആ വന്നോളും. ആദ്യം ലക്ഷ്മിക്ക് മഞ്ഞൾ തേക്കാം, അപ്പോഴേക്കും ശിവാനി വന്നോളും. എന്താ ശിവാനി വരുമെന്നോ? അവള് വീട്ടിലില്ലേ? ആ ആ ആ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. വീട്ടിലല്ലാതെ പിന്നെ എവിടെ പോവാനാ?
ഞാൻ പറഞ്ഞത് ആദ്യം ലക്ഷ്മിക്ക് മഞ്ഞൾ തേച്ചിട്ട് അതിനുശേഷം നമുക്ക് ശിവാനിക്ക് തേക്കാവുന്നാണ്. എന്തൊക്കെയായാലും ചേട്ടന്റെ മകളല്ലേ, അതുകൊണ്ട് ആദ്യം തന്നെ ലക്ഷ്മിക്ക് മഞ്ഞൾ ചടങ്ങ് നടത്താന്ന് പറയുന്നേ. ഇവര് പ്രസവിച്ച കുട്ടിയല്ലെങ്കിലും ശിവാനി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന കുട്ടിയല്ലേ. ലക്ഷ്മി ഈ വീട്ടിൽ തന്നെയല്ലേ കുടുംബം നടത്തേണ്ടത്. ഭാവി മരുമകൾക്ക് കൂടുതൽ സ്നേഹം കൊടുക്കണമല്ലോ. അപ്പോഴേ അമ്മയെ നന്നായി നോക്കുള്ളൂ. ആ സംസാരിച്ചുകൊണ്ടേ ഇരുന്ന സമയം പോണതറിയില്ല. ഞാൻ ആദ്യം ലക്ഷ്മി അയക്കാം, നിങ്ങൾ റെഡിയാക്ക്. ദാ നോക്ക് ഗീത ചേച്ചി, ഒരു വീട്ടില് 2 കല്യാണം നടക്കുമ്പോ ഓരോരുത്തർക്ക് തനിച്ച് തനിച്ച് ചടങ്ങ് നടത്താൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? 2 പേർക്കും ഒരേ മുഹൂർത്തമല്ലേ? ആ 2 പേർക്കും ഒന്ന് തന്നെയാ. പിന്നെ എന്താ, രണ്ടുപേരോടും വരാൻ പറയും, ഒരുമിച്ച് എന്റെ ചടങ്ങ് നടത്താം. പെട്ടെന്ന് അയക്കണേ, നമുക്ക് അങ്ങോട്ട് പോവാം. വന്നേ. എന്താ അമ്മായി, ഇപ്പൊ എവരും തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്തു പറയാനാ, ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് വരേണ്ടവരാ, ഇത്ര നേരമായിട്ടും എത്തിയിട്ടില്ല. ഗൗതമിന്റെ കൂടെയാണല്ലോ പോയതെന്നുള്ള ധൈര്യത്തില് ഞാനത് ശ്രദ്ധിച്ചതേയില്ല. ഏട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫിലാണ് അമ്മായി. ഇനി ഫോൺ കളഞ്ഞു പോയതാണോ അതോ ചാർജ് ഇല്ലാത്തതാണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അമ്മായി. ഒരു ഭാഗത്ത് അമ്മാവൻ നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഇപ്പതായി സുമംഗലികളും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2 പേർക്കും ഒരേ നേരത്ത് മഞ്ഞൾ തേച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്? നമ്മളായിട്ട് ഇനി എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാ എല്ലാവർക്കും സംശയം തോന്നും. ശബ്ദത്തിൽ സംസാരിക്കല്ലേ, ആരെങ്കിലും കേട്ടാ ആകെ പ്രശ്നമാകും ഇവിടെ. പെട്ടെന്ന് പോ. നീ എത്ര പെട്ടെന്ന് പോവോ അത്രയും നല്ലത്. അടുത്തിരുന്ന് ഓർഡർ ഇടാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും. നാടെന്താ അടുത്താണോ ഉള്ളത്? ഇത്ര സ്പീഡിൽ പോവാനായിട്ട് എന്തോ വലിയ സംഭവം നടത്തണമെന്ന് പറഞ്ഞ് നീയല്ലേ എന്നെ ഈ നാട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നത്. നിന്റെ കല്യാണമായിട്ട് തന്നെ നിനക്കെന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ തോന്നിയല്ലോ. അല്ല, നാട്ടുകാരെന്ത് പറയില്ല. ഈ നാട് തന്നെ സ്തംഭിക്കണം. ശ്രീമതി ശിവാനി ഗോവിന്ദരാജ് കല്യാണ പന്തലിൽ ഇല്ല എന്നുള്ള കാര്യത്തില് ഒളിച്ചോടി എന്നുള്ള കാര്യം നാട്ടുകാരറിഞ്ഞാലും ഞാൻ ഒരുപാട് സന്തോഷിക്കും. ഈ കാര്യം എത്രയും പെട്ടെന്ന് നാട്ടുകാരറിയുന്നോ അത്രയും വേഗത്തിൽ എന്റെ കല്യാണം മുടങ്ങും. എന്റെ കല്യാണം നിന്നാൽ ലക്ഷ്മിയുടെ കല്യാണവും നിൽക്കും. എന്തിനമ്മ പേടിക്കുന്നേ? ശിവാനി വീട്ടിലില്ലെന്നുള്ള കാര്യം പറഞ്ഞാ പോരെ? എടാ, അത് പറയാൻ വേണ്ടിയാണോ ഇത്ര നേരം അവൾ ഈ വീട്ടിലുള്ളതുപോലെ നമ്മൾ എല്ലാരും അഭിനയിച്ചത്? ലക്ഷ്മിക്ക് മഞ്ഞൾ തെച്ചു കൊടുക്കാൻ ഏട്ടൻ തയ്യാറായിട്ട് നിൽക്കുക. ഞാനും റെഡിയാണ് അനിയ. ലക്ഷ്മി ഒന്ന് അടുത്തിരുന്നാൽ മാത്രം മതി, നമുക്ക് ഈ ചടങ്ങുകൾ ആരംഭിക്കാം. ഏട്ടൻ വളരെ കൂളായിട്ടിരിക്കുകയാണല്ലോ. അച്ഛനും മുത്തശ്ശിയും അമ്മയും ഞാനും ശിവാനി ഇതുവരെ വരാത്തതോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക. എടാ, ശിവാനിയെ കാണാനില്ലെന്ന് പറഞ്ഞ് എല്ലാവരും പരിഭ്രമിക്കുന്നുണ്ടല്ലോ. എന്നാൽ കൂടെ പോയ ഗൗതമനെ കുറിച്ചോർത്ത് ആർക്കും ഒരു ടെൻഷനും ഇല്ല. എന്താ ലേറ്റ് ആവുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഉറപ്പായും ഏട്ടൻ ശിവാനിയെ കൂട്ടിക്കൊണ്ടുവരും, എനിക്ക് വിശ്വാസമുണ്ട്. കണ്ടില്ലേ, ലക്ഷ്മിക്കുള്ള അത്രയും വിശ്വാസം പോലും നിങ്ങൾക്ക് ആർക്കും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അമ്മേ? 2 പേരും വരുമെന്നറിയാം, പക്ഷെ എപ്പോ വരും? ലക്ഷ്മിയും ശിവാനിയും ഒരുമിച്ച് വന്നാലേ ഈ ചടങ്ങ് തുടങ്ങാൻ പറ്റുള്ളൂന്നാ സുമംഗലികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നിന്നെയും ലക്ഷ്മിയും ഇരുത്തി ചടങ്ങ് ചെയ്യാൻ പറഞ്ഞപ്പോ 4 പേരും വേണമെന്ന് പിടിവാശിയിലിരിക്കുക. അതിന് ചെറുക്കന്റെ വീട്ടുകാർ ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. ഒരു 10-15 മിനിറ്റിൽ വരുമെന്ന് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അയ്യോ, കണ്ടില്ലേ, അവര് കൂടി ഇങ്ങ് എത്തിയാ പിന്നെ നമ്മുടെ അഭിമാനം പോയതുപോലെ തന്നെയാ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അമ്മേ. ഗൗതമിന്റെ കൂടെ പോയിരിക്കുന്ന ശിവാനി ഇങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അമ്മേ. അമ്മായി മഞ്ഞൾ ചടങ്ങിനായി 2 പേരെയും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങള് 2 പേരും റെഡിയാണ്. എന്നാ പിന്നെ പോയാലോ ലക്ഷ്മി? ശിവാനി ഏട്ടനും ഇതുവരെ എത്തിയില്ലല്ലോ.
വന്നെന്നങ്ങ് വിചാരിച്ചാൽ മതി. അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. അമ്മ എന്തായി പറയുന്നേ? സുമതി, എനിക്കൊരു സഹായം ചെയ്യാമോ നിനക്ക്? പറയൂ അമ്മായി. പട്ടുസാരി ഉടുത്ത് ശിവാനിയെ പോലെ കുറച്ചു സമയം ഒന്ന് അഭിനയിക്കാമോ? എന്താ അമ്മായി പറയുന്നേ? ശിവാനിയെ പോലെ അഭിനയിക്കാനോ? സാരി ഉടുത്തെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണോ? കണ്ടുപിടിച്ച പിന്നെ അത് വലിയ പ്രശ്നമാവും അമ്മായി. എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ശിവാനി വീട്ടിലില്ലെന്നുള്ള കാര്യം ഇവരെല്ലാവരും അറിഞ്ഞ ഈ 4 പേര് കൂടി 40 പേരോടത് പറയും. 1/2 മണിക്കൂർ കൊണ്ട് ഈ നാട് മുഴുവൻ അതറിയും. കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞെന്ന് പറഞ്ഞ് അമ്മായി ഇവിടെ എന്തൊക്കെ കാണിക്കുമെന്ന് ഓർക്കുമ്പോ തന്നെ എനിക്ക് വല്ലാതെ പേടിയാവും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. പറയും മോളെ സുമതി, പറയേ, നീ ഒന്ന് അഭിനയിക്കോ? അമ്മേ, അമ്മ പറഞ്ഞപ്പോഴാണ് കൊള്ളാന്നാ എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ ശരിയാവും ചേട്ടാ? മഞ്ഞൾ തേക്കുന്നവർ കണ്ണടച്ചല്ല തേക്കുന്നത്. മുഖം അറിയാതിരിക്കാൻ സാരി കൊണ്ട് മറയ്ക്കാം. വെരി ഗുഡ്. കൊച്ചുകുട്ടിയാണെങ്കിൽ നീ വളരെ ബുദ്ധിപരമായ ചിന്തിച്ചത്. എന്റെ അമ്മയുടെ ഉദ്ദേശം അത് തന്നെ. ഈ കാര്യം മുത്തശ്ശിയോടും അച്ഛനോടും പറയണം. ഇല്ലെങ്കിൽ ഇത് നാടകമാണെന്നറിയാതെ അവരും മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇത് നാടകം തന്നെയാ, പക്ഷെ സത്യം എന്ന പോലെ വിശ്വസിപ്പിക്കണം. എനിക്ക് പേടിയാവുന്ന അമ്മായി. ഇതങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചാ നമുക്ക് എല്ലാവർക്കും നാണക്കേടാ. ലക്ഷ്മി, ഈ കാര്യം ആരോടും പറയരുതെന്ന് നിന്റെ അനിയത്തിമാരോട് പറഞ്ഞാൽ മാത്രം മതി. ബാക്കി കാര്യം നമുക്ക് നടത്താം. പിന്നെ മറ്റൊരു കാര്യം, കല്യാണ പെണ്ണിന്റെ കഴുത്തിൽ താലി വീഴുന്നതിന് മുമ്പ് അവളുടെ മുഖത്ത് മഞ്ഞൾ തേക്കണം. ഈ ചടങ്ങ് നടത്തിയില്ലെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. ശിവാനി തിരിച്ചെത്തുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഈ ചടങ്ങ് പൂർത്തിയാക്കണം. ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. നമുക്ക് ചടങ്ങ് തുടങ്ങാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ധാവണിയെ എനിക്ക് കീറേണ്ടി വന്നല്ലോ. നിന്റെ സാരി കീറിയതിനെ പറ്റിയാ നീ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അല്ല, എന്റെ ഈ കൈക്ക് പറ്റിയ മുറിവിനെ പറ്റി നിനക്ക് ഒരു ചിന്തയുമില്ല അല്ലേ? നിങ്ങക്ക് നല്ല ശരീരബലം ഉള്ളതുകൊണ്ട് എന്ത് വേദന വന്നാലും അത് സഹിക്കാൻ പറ്റുമല്ലോ. അതേസമയം എന്റെ ഈ മൃദുവായ കൈകൾക്കാണ് മുറിവ് പറ്റിയിരുന്നെങ്കിലോ എന്റെ ഈ ജീവൻ തന്നെ പോയേനെ. നിന്റെ കൈക്കല്ലല്ലോ പറ്റിയത്. നിന്റെ കൈ കൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കണോന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഈ സുന്ദരിയായ കല്യാണ പെണ്ണ് ശിവാനിയുടെ കൈ പിടിക്കാനായി അവിടെ നാട്ടിലെ കല്യാണ ചെറുക്കൻ തയ്യാറായിട്ട് അങ്ങ് നിൽക്കുമ്പോ നിനക്കേ ഒരു ആപത്തും സംഭവിക്കില്ല. അവനൊരു മരം മണ്ടനായ ചെറുക്കനാ. എന്റെ കൈ എങ്ങനെ പിടിക്കാൻ പോകുന്നു എന്നുള്ള ആലോചന വിട്ടിട്ട് നിങ്ങളുടെ കൈക്ക് പറ്റിയ ഈ മുറിവ് എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്താമെന്ന് ആലോചിക്കാതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണോ? അല്ല, നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലേ എനിക്ക് പറ്റിയ ഈ മുറിവുണ്ടല്ലോ അത് മാറാനൊന്നും പോകുന്നില്ല. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് മരുന്ന് വെക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യേണ്ടതല്ലേ ചേട്ടാ? ഓ, നിന്റെ ഒരു പുണ്യം കൊണ്ട് അത്രയ്ക്ക് വലിയ മുറിവൊന്നും സംഭവിച്ചിട്ടില്ല. നീ ഒന്ന് പെട്ടെന്ന് പോ. ആ പൊയ്ക്കൊണ്ടല്ലേ ഇരിക്കുന്നേ. ഈ കാളവണ്ടി ഓടിക്കുന്നത് പോലെ നീ ഇങ്ങനെ ഓടിച്ചോണ്ടിരുന്ന എപ്പം നാട്ടിലോട്ട് ചെന്ന് ചേരുന്ന? എന്റെ പൊന്ന് ശിവാനി, ഒന്ന് സ്പീഡ് കൂട്ട്. ആ അങ്ങനെ വെറുതെ പുറകിലിരുന്ന ഒരുപാട് ഐഡിയാസ് ഒക്കെ തരാൻ പറ്റും. വണ്ടി ഓടിക്കുന്നവർക്കേ അവരുടെ കഷ്ടതകൾ അറിയാൻ പറ്റൂ. അതെ, നീ ഈ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ മുഹൂർത്തം കഴിഞ്ഞാലും അവിടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വണ്ടി നിർത്ത്, ഞാൻ ഓടിച്ചോളാം. 5 മിനിറ്റിൽ എപ്പോഴെങ്കിലും ആ കയ്യില് എന്തെങ്കിലും ഭാഗ്യരേഖ ഉണ്ടോന്ന് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടും. നിങ്ങൾ എങ്ങനെ ഓടിക്കാനാ? മിണ്ടാതെ അവിടെ ഇരുന്നോ, ഞാൻ ഓടിച്ചോളാം.
നീ ഇത്ര പതുക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ മുഹൂർത്തം കഴിഞ്ഞു പോകും ശിവാനി. ഓ ഹ, ക്ഷമയാണ് മഹാന്മാർക്കുള്ള ആവശ്യം. ആ വലിയ ആൾക്കാർ തന്നെ ആവശ്യമുള്ള സമയത്ത് നേരത്തെ ചെല്ലണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആർക്ക് എങ്ങനെ വേണമെങ്കിലും അതൊക്കെ പറയാം. അതിലിപ്പോ എന്താ ഉള്ളത്? നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് ബുദ്ധിപൂർവ്വം ചെയ്യാൻ നോക്കുക. എത്ര താമസിച്ചു പോകുന്നോ അത്രയും നല്ലതെന്ന് അങ്ങനെ വിചാരിച്ചായിരിക്കും നീ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. നീ ഒന്ന് സ്പീഡിൽ പോ ശിവാനി. എന്റെ പൊന്നോ, ഇതുപോലെ എന്നെ എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ നേരത്തെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് എത്തിയേനെ. നീ കുറച്ച് നാളുകൾക്ക് മുന്നേ ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയല്ലോ. നിന്നെ തേടി പിടിച്ചുകൊണ്ട് വരാനായിട്ട് എന്നോട് പറഞ്ഞതും നിന്റെ വീട്ടുകാർ തന്നെയാ. ഹാ, എന്റെ നിഴല് തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ടെന്നാ എപ്പോഴും എന്റെ പിന്നിൽ നിങ്ങളല്ലേ ഉണ്ടാവുന്നേ. നാട്ടിലുള്ളവരെല്ലാവരും നിങ്ങളുടെ ഫാനാണെങ്കിൽ നിങ്ങൾ എന്റെ ഫാനാണല്ലോ ചേട്ടാ.